കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഹുവാവേനെ കുറിച്ചിട്ടാണ്. ഹുവാവേ ഇപ്പോൾ അടുത്ത് നടത്തിയ ബെഞ്ച് മാർക്ക് ടെസ്റ്റിൽ ചീറ്റിംഗ് കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിവാദം. സംഗതി കുറച്ച് കാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഹുവാവേ എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ മാനുഫാക്ചറാണ് ലോകത്തിലെ തന്നെ. അതുകൂടാതെ ഹുവാവേ ഇപ്പം ഹോണർ ആണെങ്കിലും ഹോണർ പ്ലേ വന്നത് ഭയങ്കര ന്യൂസ് ആയിരുന്നു. അങ്ങനെയുള്ള കുറേ മോഡൽസിൽ നല്ല ഫോൺസ് ആയിട്ട് എത്തിയിരിക്കുന്ന ഒരു ഫോൺ കമ്പനിയിൽ തന്നെ നമുക്ക് ഹുവാവേനെ കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ആദ്യമായിട്ട് 3 ക്യാമറയുള്ള 3 ലെൻസുള്ള ക്യാമറ ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത് ഹുവാവേ ആണ്. അതുകൂടാതെ ഡ്യുവൽ ക്യാമറ വന്നപ്പോഴും അതിന് ഇത്രയും ജനസ്വീകാര്യത കിട്ടിയത് ഹുവാവേൻ്റെ മോഡൽസിലൂടെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പുറകിലുള്ളത് കൊണ്ട് തന്നെ ഹുവാവേക്ക് ഒരു മിസ്റ്റേക്ക് പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ വിവാദം തന്നെയാണ്. ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3D മാർക്ക് എന്ന് പറയുന്ന ബെഞ്ച് മാർക്ക് സൈറ്റിൽ ഹുവാവേ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഈ കൃത്രിമം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബെഞ്ച് മാർക്ക് സൈറ്റ്സ് എങ്ങനെയാണെന്ന് നമുക്കറിയാം, കാരണം പല ആപ്ലിക്കേഷൻസും ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോണിന് നല്ല ഹെവി ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കും, കുറേ ഫങ്ഷൻസ് കൊടുക്കും. എന്നിട്ട് എങ്ങനെ ഫോൺ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഇവർ ബെഞ്ച് മാർക്ക് കൊടുക്കുക. ചിലപ്പോൾ നല്ല പ്രോസസ്സറും നല്ല ഇൻറ്റേർണൽസ് ഒക്കെ ഉള്ള നല്ലൊരു സ്മാർട്ട് സ്ട്രോങ് ഫോണാണ്, ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെ ആണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും, കുറച്ചുകൂടി ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ നോക്കിയിട്ട് പല ഫോണുകൾ നോക്കിയിട്ടാണ് ഇവർ ബെഞ്ച് മാർക്കിൽ റാങ്കിങ് കൊടുക്കുന്നത്. ഇങ്ങനെ റാങ്കിങ്ങിൽ വളരെ മുൻപന്തിയിൽ നിന്നുകൊണ്ടിരുന്ന ഹോണറിൻ്റെ ഹുവാവേയുടെ ചില മോഡൽസാണ് ഇപ്പോൾ ഈ ഒരു അബദ്ധം പറ്റിയത്. ടെസ്റ്റ് നടത്തുന്ന സമയത്ത് 3D മാർക്കിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇവർ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹൈ പെർഫോമൻസ് ആണ്, സൂപ്പർ പെർഫോമൻസ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് ഹുവാവേയുടെ പറയാൻ പോകുന്ന ഫോണുകളൊക്കെ. പക്ഷേ 3D മാർക്കിൻ്റെ ഈ സൈറ്റ്, അതായത് 3D മാർക്കിൻ്റെ തന്നെ വേറൊരു അനോണിമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഇതൊന്നുകൂടി ചെക്ക് ചെയ്ത സമയത്ത് ഫോൺ മുന്നത്തെ പോലെ അത്ര കാര്യമായ പെർഫോമൻസ് കാണിച്ചില്ല. അതായത് 3D മാർക്ക് പോലെ ഉള്ള ഒരു സൈറ്റിനെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഫോൺ അതിനനുസരിച്ച് പെരുമാറുകയും മറ്റ് ആപ്ലിക്കേഷൻസ് വേറൊരു ടെസ്റ്റിംഗ് രീതി വരുമ്പോൾ ഫോൺ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കമ്പനി പറയുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, പല ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അതിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഫോണിനറിയാം, AI ആണ് ഇതിലൊരു മെയിൻ റോൾ ഉള്ളതെന്നാണ്. പക്ഷേ UL കാണിക്കുന്നു ഇത് AI അല്ല. ഇത്തരത്തിലുള്ള ഒരു 3D മാർക്ക് പോലെയുള്ള റിനൗണ്ട് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അതിന് നല്ല പെർഫോമൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോണിൽ എന്തൊക്കെയോ കോഡിങ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സോ ഇതിൻ്റെ അർത്ഥം ശരിക്കും ബെഞ്ച് മാർക്ക് സൈറ്റിൽ വരുന്ന ഈ ഒരു പെർഫോമൻസ് ഒന്നും ഹോണറിൻ്റെ ഈ മോഡലുകൾക്കില്ലാന്ന്. ഏതൊക്കെ മോഡൽസാണെന്നറിയോ? ഹോണർ P20, P20 Pro, നോവ 3, പിന്നെ ഹോണർ പ്ലേ, പുറത്തിറങ്ങി ഹോണർ പ്ലേ. ഈ 4 ഫോൺസിനാണ് ഇപ്പം ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനൊരു എറർ അവർ കാണിച്ചതുകൊണ്ട് തന്നെ ഈ 4 ഫോൺസിനെയും ബെഞ്ച് മാർക്ക് സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ റാങ്കിങ്ങിൽ നിന്ന് ഒരു പണിഷ്മെൻറ്റ് എന്നുള്ള പോലെ തന്നെ ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഈ ഫോൺ ഞാൻ വാങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇത് വാങ്ങാൻ പറ്റൂലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയുകയാണെങ്കിൽ ബെഞ്ച് മാർക്കിൻ്റെ ആ ഒരു കാര്യം അതുപോലെ തന്നെ യൂസർ എക്സ്പീരിയൻസും രണ്ടാണ്. ഇപ്പോൾ യൂസർ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഹോണർ ഫോൺസ് ഇറക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് ഒരിക്കലും ബെഞ്ച് മാർക്ക് കുറഞ്ഞുകൊണ്ട് താഴെ പോകണമെന്നില്ല. എത്രത്തോളം ഫോൺ പവർഫുൾ ആണെന്നുള്ളതാണ് ബെഞ്ച് മാർക്കിൽ കാണിക്കുന്നത്. ഹുവാവേൻ്റെ തന്നെ ഒരു പുതിയ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഇതിന് തൊട്ട് മുന്നേ വന്നൊരു വിവാദം കൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പോഴും നമ്മളെല്ലാവരും അത് ഇങ്ങനെ നെവർ മൈൻഡ് ആക്കി വിട്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ മിസ്റ്റേക്ക് കേൾക്കുന്ന സമയത്ത് ശരിക്കും ഹുവാവേ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡിന് നല്ലൊരു തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. നോവ 3ൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു ഈ ഇപ്പം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം ഉണ്ടായത്. നോവ 3ൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ അകത്ത് നല്ല അടിപൊളി ഫോട്ടോസ്, സെൽഫി മീൻസ് അതിലൊരു ഇമേജ് കാണിക്കുന്നത് ഒരു പെൺകുട്ടി മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്നു. അപ്പം കൂടെ നിൽക്കുന്ന ആൾ സെൽഫി എടുക്കാൻ പറയുമ്പോൾ അവൾ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ സെൽഫി എടുത്ത് കഴിയുമ്പോൾ ഫോണിൻ്റെ AI കാരണം ഭയങ്കര അടിപൊളി സൂപ്പർ ഇമേജാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ കാണിക്കുന്ന എടുത്തു കഴിഞ്ഞ സെൽഫി കാണിക്കുന്നുണ്ടല്ലോ അഡ്വർടൈസ്മെൻറ്റിൽ, ആ സെൽഫി ഭയങ്കര സൂപ്പർ സെൽഫിയാണ്. അപ്പോൾ നോവ 3 യൂസ് ചെയ്തിട്ട് എടുക്കുന്ന സെൽഫി ഇത്രയും അടിപൊളി ആയിരിക്കും എന്ന് കാണിക്കുന്നു എന്നുള്ളതായിരുന്നു ആഡിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ അതിൽ അഭിനയിച്ചിട്ടുള്ള സാറ എന്നുള്ള പെൺകുട്ടി അതിൻ്റെ ഷൂട്ടിൻ്റെ ഫോട്ടോസ് പുറത്തു വിട്ട സമയത്ത് അതേ സീൻ, അതായത് അവർ സെൽഫി എടുക്കുന്ന അതേപോലെ നിൽക്കുന്നു. ആ പെൺകുട്ടി നല്ല മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇവൻ്റെ കയ്യിൽ നോവ 3 ഇല്ല, കൂടെ നിൽക്കുന്ന ആൾ ജസ്റ്റ് DSLR ക്യാമറയിൽ ഇങ്ങനെ ഫോൺ പിടിക്കുന്നത് പോലെ കൈ വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫോട്ടോ എടുക്കുന്നതാകട്ടെ ഒരു DSLR ക്യാമറയിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ക്യാമറമാൻ.
പക്ഷേ ഷോർട്ട് ഓൺ നോവ 3 എന്ന് കാണിക്കാത്തത് കൊണ്ട് കമ്പനി ഒരുവിധം രക്ഷപ്പെട്ടു. അപ്പോൾ ഇത്തരം കുറച്ച് വിവാദങ്ങൾ വരുന്നുണ്ട്. ഈ ബെഞ്ച് മാർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഹുവാവെ അല്ല ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത്. 2013 സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിന് ചിലതിന് ഈ ഒരു തിരിച്ചടി നേരിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ OnePlusന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ നെവർ മൈൻഡ് ആക്കി വിടുകയാണ്. പിന്നെ ഒരു കുഞ്ഞു ഉപദേശം പറയാനുള്ളത്, ബെഞ്ച് മാർക്ക് കണ്ടിട്ട് ആരും ഫോൺ വാങ്ങിക്കാനൊന്നും പോകണ്ട. കാരണം ബെഞ്ച് മാർക്ക് ടെസ്റ്റിൽ ഒന്നാമതായിട്ട് വരാൻ വേണ്ടിയിട്ട് മുൻനിര ബ്രാൻഡുകൾ ഉൾപ്പെടെ ചില കൃത്രിമങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കേട്ട് വരുന്ന ന്യൂസസ്. സോ ബെഞ്ച് മാർക്ക് സൈറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഫോൺ വാങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് നല്ല ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ചില ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല റിനൗണ്ട് ആയിട്ടുള്ള റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ വീഡിയോസ് കാണുക. കാരണം അവരൊക്കെ ഒരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അവരൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം അവരുടെ എക്സ്പീരിയൻസസ് വളരെ സത്യസന്ധമായിട്ട് പറയുന്ന റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ റിവ്യൂസ് നോക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റിയൽ ലൈഫിലുള്ള യൂസർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, അല്ലാതെ വെറും ബെഞ്ച് മാർക്കിലുള്ള റാങ്കിങ് അല്ല. എനിവേസ്, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള കാരണം ബ്രാൻഡ്സിൻ്റെ നിലയിൽ വളരെ റിനൗണ്ടായി നിൽക്കുന്ന പല കമ്പനീസും ഇത്തരത്തിൽ കൃത്രിമം കാണിക്കുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് തന്നെ വിശ്വാസ്യതയിൽ വലിയൊരു ഇഷ്യൂസാണ് വരിക. സോ അറ്റ്ലീസ്റ്റ് ഹുവാവെ പോലുള്ള ഒരു ബ്രാൻഡ്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ മാനുഫാക്ചറർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങൾ അറ്റ്ലീസ്റ്റ് ക്രെഡിബിലിറ്റി എങ്കിലും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കാണിക്കണം. എനിവേസ്, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടെക് മലയാളത്തിലൂടെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.